നമ്മുടെ ജീവിതം എങ്ങനെ കുറച്ചുകൂടെ നല്ലതാക്കുക, എങ്ങനെ നമ്മുടെ ലൈഫിൽ പീസും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം, എന്തായാലും യൂസ്ഫുൾ ആവും. ഹേയ്, അസ്സലാമു അലൈക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ റബ്ബിനോട് നമ്മൾ നന്ദിയുള്ളവരാകുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വേറൊരു പുതിയൊരു ദിവസം നമുക്ക് തന്നിരിക്കുകയാണ്. ഓരോ പുതിയ ദിവസവും നമുക്ക് ഓരോ പുതിയ ചാൻസാണ്. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹുവിനോട് അടുക്കാനും അങ്ങനെ എല്ലാത്തിനും ഒരു പുതിയൊരു ചാൻസാണ്. സോ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുമ്പോൾ, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ നമ്മുടെ ബ്ലെസ്സിങ്സ്, നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും ഇൻസ്റ്റെഡ് ഓഫ് പ്രോബ്ലംസ്. ലൈഫിൽ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ബട്ട് നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെയും കാട്ടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന അനുഗ്രഹങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. സോ താങ്ക് അല്ലാഹ് ഫോർ എവറിത്തിങ്. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ഉദ്ദേശമുണ്ട്. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഒരുപാട് അറിയാം. ഇൻ കേസ് ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് കാണാൻ കഴിയുന്നതിനും അപ്പുറം അല്ലാഹു സുബ്ഹാനഹു തആല കാണുന്നുണ്ട്. സോ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സോ നമ്മൾ രാവിലെ എണീച്ചപാട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ സുബഹി നിസ്കരിക്കുക എന്നുള്ളത്. ഈവൻ നമ്മൾക്ക് ആ ഒരു ദിവസം നമ്മൾക്ക് സുബഹി നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ ചിലപ്പം ഓവറായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, സ്റ്റിൽ നമ്മൾ എണീച്ച ഉടനെ ആ സുബഹി നിസ്കാരം നമ്മൾ നിസ്കരിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു നിയത്ത്, ആ ഒരു ഇൻറ്റൻഷൻ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റാണ് നമ്മളുടെ ആ ഒരു ഫുൾ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അത് നമ്മൾ പ്ലാൻ ചെയ്യുക. നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. സോ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. കുറച്ചും കൂടെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. നെക്സ്റ്റത്തെ ടിപ്പാണ് നമ്മളുടെ ബോഡീനെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വൃത്തിയുള്ളവർ ഒരുപാട് ഇഷ്ടമാണ്. നമ്മളങ്ങനെ വൃത്തിയുള്ളവരാകുമ്പോൾ നമ്മളുടെ മൈൻഡും നമ്മളുടെ ബോഡിയും ഒക്കെ ഒരു റിഫ്രഷിങ് ആയിരിക്കും. നമുക്ക് കാമായിട്ട് റിമൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓവറായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് നമ്മൾ മിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. നെക്സ്റ്റത്തെ ടിപ്പാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അതിപ്പോൾ ജസ്റ്റ് നടക്കുന്നതാണെങ്കിലും ജസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ടൊന്ന് മൂവ് ചെയ്യുക നമ്മളുടെ ബോഡീനെ. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്യും. ആ ഒരു ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നതോടുകൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, നമുക്കൊരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് സമയം നടന്ന് നമുക്കൊന്നും കൂടെ ഒരു എനർജി കിട്ടും. നെക്സ്റ്റാണ് നമ്മളുടെ നല്ല സ്വഭാവം, നമ്മളുടെ നല്ല ശീലങ്ങൾ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളുടെ സമാധാനത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. നമ്മൾ നല്ല ആൾക്കാരോടൊപ്പം നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യുക. അത് തന്നെ നമ്മളുടെ ലൈഫിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും. നെക്സ്റ്റാണ് നമ്മളുടെ കൂടെ എപ്പോഴും പേഷ്യൻസ് വേണം. എല്ലാ സാഹചര്യത്തിലും നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം. നമ്മളുടെ ലൈഫിൽ അതിജീവിക്കാൻ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് വിഷമങ്ങളുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്തും ആ ഒരു മൊമെൻറ്റിലും അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതവന് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അല്ലാഹു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ചിലപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ, നമ്മളുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാവുന്നത് അത് ചിലപ്പം ഈമാൻ്റെ വെളിച്ചം കയറാൻ വേണ്ടിയിട്ടായിരിക്കും. ഓൾസോ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പൊരുത്തം കൊടുക്കുക. ഈവൻ സ്റ്റിൽ അവരിപ്പോൾ നമ്മളോട് പൊരുത്തം ചോദിച്ചിട്ടില്ലെങ്കിലും
നമ്മൾ അവർക്ക് പൊരുത്തു കൊടുക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മളെയാണ് സേവ് ചെയ്യുന്നത്. നമുക്കൊരു സമാധാനം ഉണ്ടാവും, ലൈക്ക് നമ്മളൊന്ന് ഫ്രീ ആയതുപോലെ ഉണ്ടാവും വെൻ വി ഫോർഗീവ് ദം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു സംതൃപ്തി ഉണ്ടാവും. ആൻഡ് ആ ഒരു സംതൃപ്തി അത് വേറെ ലെവലായിരിക്കും. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചതിന് നമ്മൾക്ക് കൂലിയും ലഭിക്കും. ആൻഡ് ഓൾസോ ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടായല്ലോ എന്നുള്ള ആ ഒരു കാരണത്താൽ നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കുക. തഹജ്ജുദിന് ഒരുപാട് മിറാക്കിൾസ് ഉണ്ട്. നമ്മളുടെ ഏതൊരു നടക്കാത്ത ആഗ്രഹവും നടന്നു വരികയും അതിലൂടെ തന്നെ നമുക്ക് റബ്ബുമായിട്ട് ഒരുപാട് അടുക്കാൻ പറ്റും. സോ നെവർ സ്കിപ്പ് തഹജ്ജുദ്. നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മൾ തഹജ്ജുദിന് എണീക്കുക. ആൻഡ് നമ്മളൊരു കാര്യം ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചവരെ മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കുകയുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ക്ഷണം തരികയും നമ്മൾ നിസ്കരിക്കുകയും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമുക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മളെ റബ്ബുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പം ഇത് കൂടുതൽ മറ്റുള്ളവർക്കും കൂടെ എത്താൻ ചാൻസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.